കേരളത്തിലെ ടെലിവിഷൻ റേറ്റിംഗ് തിരിമറി സംബന്ധിച്ച 24-ന്റെ വെളിപ്പെടുത്തൽ വിശദവും സമയബന്ധിതവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് രാജ്യത്തെ വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ. ഓപ്പറേഷൻ സത്യയിലൂടെ 24 പുറത്തുകൊണ്ടുവന്ന വിവരങ്ങൾ ഉത്കണ്ഠാജനകമാണെന്നും NBF വ്യക്തമാക്കി. അതിനിടെ തിരിമറിയെക്കുറിച്ച് ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസിയായ ബാർക്ക് ഇന്ത്യ പ്രഖ്യാപിച്ച ഫോറൻസിക് ഓഡിറ്റിംഗ് തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഈ വൻ തട്ടിപ്പ് തെളിവുകൾ സഹിതമാണ് 24 പുറത്തുവിട്ടത്. വളരെ ഗൗരവത്തോടുകൂടി NBFും ഈ വിഷയത്തെ കാണുന്നു. അന്വേഷണം വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. വിവരങ്ങൾ, വിശദാംശങ്ങൾ ബൽറാം നെടുങ്ങാടി. റിജിത്ത്, രാജ്യത്തെ ബാർക്ക് റേറ്റിംഗ് അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു ചാനൽ മുതലാളി ബാർക്കിലെ ഒരു ജീവനക്കാരന് ക്രിപ്റ്റോ കറൻസി വഴി കോടികൾ കൈമാറിയെന്ന് ഓപ്പറേഷൻ സത്യയിലൂടെ 24 പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ട് അത് രാജ്യവ്യാപകമായി തന്നെ ചർച്ചയാവുകയാണ്. രാജ്യത്തെ വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ ഈ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഈ NBFന്റെ വാർഷിക യോഗം NBF അധ്യക്ഷൻ അർണബ് ഗോസ്വാമിയുടെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു. 24 പുറത്തു കൊണ്ടുവന്ന വിവരങ്ങളിൽ ആശങ്കയാണ് ഈ ഒരു യോഗം രേഖപ്പെടുത്തിയത്. 24 ചീഫ് എഡിറ്ററും NBFന്റെ സ്ഥാപക ഡയറക്ടറുമായ SKNനും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിൽ വിശദമായി തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഈ NBF പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ 24-ന്റെ റിപ്പോർട്ടുകൾ സ്ഫോടനാത്മകം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ സമഗ്രവും സമയബന്ധിതവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് കൊണ്ട് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിക്ക് കത്ത് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിയോട് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം അടിയന്തരമായി തന്നെ നടത്തണം എന്നാണ് NBF ആവശ്യപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ബാർക്ക് റേറ്റിംഗിനോടൊപ്പം തന്നെ അതിനെ സാധൂകരിക്കുന്നതിനായി സമൂഹ മാധ്യമങ്ങളിലെ വ്യൂവേഴ്സിനെ കൂട്ടിക്കാണിക്കാനുള്ള അട്ടിമറികൾ അല്ലെങ്കിൽ അത് വ്യൂവേഴ്സിനെ വ്യാജമായി സൃഷ്ടിക്കുന്നത് ഉൾപ്പെടെ 24-ന്റെ ഓപ്പറേഷൻ സത്യയിലൂടെ പുറത്തു വന്നിരുന്നു. ഈ വിഷയത്തിൽ ഉൾപ്പെടെ സമഗ്രമായ അന്വേഷണം വേണം എന്നാണ് NBF ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാജ്യത്തെ മറ്റ് ഭാഷകളിലെ വാർത്താ ചാനലുകൾ ഉൾപ്പെടെ 24-ന്റെ ഈ അന്വേഷണാത്മക റിപ്പോർട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകൾക്ക് അപ്പുറത്ത് പ്രാദേശിക ഭാഷകളിലെ വാർത്താ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. വലിയ തോതിൽ തന്നെ ചർച്ചയായിട്ടുമുണ്ട് ഈ ഒരു വിഷയം. അതേസമയം ഈ 24 റിപ്പോർട്ടിനെ തുടർന്ന് ഈ വിഷയത്തിൽ ബാർക്ക് ഇന്ത്യ പ്രഖ്യാപിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. ഫോറൻസിക് ഓഡിറ്റിങ്ങിനായി ഒരു സ്വതന്ത്ര ഏജൻസിയെ ഏൽപ്പിച്ചതായി ബാർക്ക് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ആ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.